അരുൺ വട്ടപ്പാറ എന്ന സംഗീത കലാകാരന്റെ ആത്മീക അനുഭവങ്ങളാണ് സാക്ഷ്യകൂടാരത്തിന്റെ ഇന്നത്തെ അധ്യായം. അകന്നുമാറിയ സൗഹൃദ ബന്ധങ്ങൾക്കുമപ്പുറം അടുത്തുവന്ന നിത്യസ്നേഹിതനായ യേശുവിനെ ഉയർത്തുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത അരുണിന്റെ ജീവിതാനുഭവങ്ങൾ ഏവർക്കും പ്രചോദനമാണ്. അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തെ ആവോളം രുചിച്ചറിഞ്ഞ ഈ കലാകാരന്റെ ദൈവാശ്രയ ജീവിത കഥ പ്രേക്ഷകർക്ക് പ്രചോദനമാകട്ടെ. ദൈവം എൻ്റെ ജീവിതത്തിൽ അനേകം നന്മകൾ ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ഒത്തിരി നന്മകൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും കീബോർഡ് പഠിച്ചും കൊണ്ട് വായിക്കുന്ന ഒരാളല്ല. ദൈവകൃപയാൽ ദൈവം പലരിൽ കൂടെയും പല സാഹചര്യങ്ങളിൽ കൂടെ ദൈവം എന്നെ പഠിപ്പിച്ചതാണ് ഞാനിപ്പോൾ കീബോർഡ് വായിക്കാനായിട്ടുള്ള കാരണം. എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, കർത്താവ് എന്നോട് ചെയ്ത കരുണ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു. എൻ്റെ പപ്പ CSI പള്ളിയിലെ ഒരു ചർച്ച് സെക്രട്ടറി ആയിരുന്നു. പക്ഷേ എൻ്റെ ആരംഭ കാലഘട്ടത്തിൽ പപ്പ പ്രസംഗിക്കുന്നതുമല്ല എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നത്. ഒത്തിരി തെറ്റിലൂടെയും ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയ ഒരു വ്യക്തി ജീവിതമായിരുന്നു എൻ്റേത്. ഞാൻ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കൾക്ക് ഭയങ്കര തലവേദനയായി. എൻ്റെ മാതാപിതാക്കൾക്ക് വളരെ കണ്ണീര് കുടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനൊരു മകൻ ജനിച്ചില്ല ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പറഞ്ഞ സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ ദൈവം എന്നെ കണ്ടിരുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അന്ന് എൻ്റെ മാതാപിതാക്കൾ ചർച്ചിൽ പ്രസംഗിക്കുകയും മറ്റുള്ളവർ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം വളരെ പ്രശ്നം നിറഞ്ഞ കാലഘട്ടത്തിൽ കൂടെ പോകുമായിരുന്നു. അതിന് മെയിനായിട്ട് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന കൂട്ടുകെട്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലങ്ങളിലുള്ള കൂട്ടുകെട്ടുകളായിരുന്നു. ഒത്തിരി വേദനകൾ ആ സമയത്ത് എൻ്റെ മാതാപിതാക്കൾ അനുഭവിക്കുകയൊക്കെ ചെയ്തു. ഓൾമോസ്റ്റ് ഞാൻ ഡിഗ്രി പഠന കാലം വരെ അവർ പറയുന്ന ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ അംഗീകരിക്കുകയോ കൂട്ടാക്കുകയോ ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. അവർക്കെതിർത്തും ഒക്കെയും പൊയ്ക്കൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു. കാര്യം എനിക്ക് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ മാറിപ്പോവുകയും, ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കിനും എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും അന്ന് വരെ ഉണ്ടായിരുന്ന കൂട്ടുകാരോ ഒന്നും എൻ്റെ ലൈഫിൽ പിന്നീട് കണ്ടില്ല. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്, ഞങ്ങൾ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം കൂടെയുണ്ടെന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ കാണാതെ വന്ന സാഹചര്യം എനിക്കുണ്ടായി. അന്ന് എൻ്റെ മനസ്സ് തകർന്നുപോയ സന്ദർഭങ്ങളായിരുന്നു. അങ്ങനെ എനിക്ക് കൂട്ടേ വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അധികം സ്നേഹിച്ചിരുന്ന അജി, ഷിബു ഇങ്ങനെ പറയുന്ന കുറേ വ്യക്തികളുണ്ടായിരുന്നു. ഇനി കൂട്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. ഈ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയും പപ്പയൊക്കെ പ്രസംഗിച്ച തിരുവെഴുത്തുകൾ എൻ്റെ മനസ്സിലോട്ട് കയറി വരാൻ തുടങ്ങിയത്. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ പഠിക്കുകയും പിന്നീട് വായിക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും കൂട്ടുകാരുടെ സ്നേഹമല്ല ദൈവസ്നേഹമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും മറക്കാത്ത ആ ഒരു സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നത് അവിടെ വച്ചായിരുന്നു. പിന്നെ യേശുവിനെ അധികമായിട്ട് ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ആശ്രയം പൂർണ്ണമായിട്ടും ഞാൻ കർത്താവിലേക്ക് സമർപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ലൈഫിൽ വലിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചായിരുന്നു. 10ാം ക്ലാസ്സിൽ ഞാൻ നല്ല മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പപ്പ എനിക്കൊരു കീബോർഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അവർ തോൽക്കുമെന്നാണ് കരുതിയത്. ആക്ച്വലി അവർ പറഞ്ഞ മാർക്കൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും അതിനടുപ്പിച്ചുള്ള മാർക്ക് കിട്ടിയപ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അവരെനിക്കൊരു ചെറിയ കീബോർഡ്, അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപ വിലയുള്ള ഒരു കീബോർഡ് എനിക്ക് മേടിച്ചു തന്നു. അന്ന് എല്ലാ ചർച്ചുകളിലും ഹാർമോണിയം വെച്ച് പ്ലേ ചെയ്യുന്ന സമയമായിരുന്നു.
അപ്പോൾ കീബോർഡ് അധികം ഇല്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഇവരെല്ലാം കൂടെ എന്നെ പ്രോഗ്രാംസിൽ, ചെറിയ ചെറിയ പ്രോഗ്രാംസിൽ കൊണ്ടുപോയി. അന്ന് എനിക്ക് കീബോർഡൊന്നും വായിക്കാനേ അറിയത്തില്ല. പിന്നെ ചർച്ചിൽ ചെറിയതായിട്ട് ഹാർമോണിയൊക്കെ ചെറുതായിട്ടൊക്കെ പ്ലേ ചെയ്യുന്ന ഉള്ള അവസരം മാത്രമായിരുന്നു. ഇവരെല്ലാം കീബോർഡ് എന്നെ കൊണ്ട് വായിപ്പിക്കാനായിട്ട് പലയിടങ്ങളിലും കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും പാട്ടുകാരാണ് പറയുന്നത് ഇന്ന സ്കെയിൽ, ഇന്ന പിച്ച്, അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഗുരുക്കന്മാരെന്ന് പറയാനായിട്ട് എനിക്ക് ആരുമില്ല. എന്നെ അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടുമില്ല. ദൈവകൃപയാൽ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പലരും പാരൻസ് പറയും എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളത് പല ദൈവങ്ങളിൽ എനിക്ക് അതിശയം വന്നിട്ടുണ്ട്. അപ്പോൾ പറയും നിങ്ങൾ വായിക്കുന്ന പോലെ അവന് പറഞ്ഞു കൊടുത്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ആക്ച്വലി ഞാൻ കീബോർഡൊന്നും പഠിച്ചിട്ടില്ല. ദൈവകൃപയാൽ അന്ന് പല വ്യക്തികളിൽ കൂടെ ദൈവം പഠിപ്പിച്ചെന്ന് വേണം കരുതാനായിട്ട്. അങ്ങനെയാണ് ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ കിട്ടിത്തുടങ്ങി. ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിച്ചു. വചനം വായിക്കാനായിട്ട് തുടങ്ങി. വചന രാത്രികളിലൊക്കെ ഞാൻ ബൈബിൾ ഒത്തിരി വായിക്കുമായിരുന്നു. അവിടെ നിന്നിട്ട് ദൈവം എന്നെ ശക്തമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ, പിന്നെ കീബോർഡ് എന്നെ പലരും, ഞാൻ ഇന്ന് വരെ ഞാൻ ആരുടെ പ്രോഗ്രാം ഒന്നും ചോദിച്ചു പോയതല്ല. പലരും എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നെ ഫോൺ ചെയ്തും ഒക്കെ എന്നെ വിളിച്ചുകൊണ്ടാണ് പോയി. ഇന്ന് വരെ ആരുടെ ഞാൻ പ്രോഗ്രാം എന്നെ വിളിക്കണമേ എന്ന് ആരുടെ ഞാൻ ചോദിച്ചിട്ട് പോലുമില്ല പ്രോഗ്രാംസിന്. പക്ഷേ ഒത്തിരി പ്രോഗ്രാംസിന് ദൈവം എന്നെ അടുത്ത് ഉപയോഗിച്ചു. ഒത്തിരി സ്ഥലങ്ങളിൽ ദൈവം എന്നെ കൊണ്ടുപോയി ദൈവകൃപയാൽ. പിന്നെ അതിന് ശേഷം ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നുവെങ്കിലും പിന്മാറ്റം എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. പക്ഷേ ചില ചെറിയ പ്രശ്നങ്ങളിലേക്കൊക്കെ എൻ്റെ സിറ്റുവേഷൻ പോയി. പിന്നെ ഞാൻ അത് ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. അതിനുശേഷം എൻ്റെ കല്യാണമായിരുന്നു. ഞാനൊരു RC കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് 2 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു വീട്ടിൽ. ആദ്യമൊന്നും വേണ്ട, ട്രീറ്റ്മെൻറ്റ് ദൈവം തന്നാൽ മതി എന്നുള്ള ഇത് ഉറപ്പിലായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ എന്തായാലും ഞങ്ങൾ പലരും ഇങ്ങനെ ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞാൻ വൈഫും കൂടി തീരുമാനിച്ചത് എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണാനൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തലേ ദിവസം ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ വന്നപ്പോഴത്തേക്കിനും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും വൈഫിന് ചെറിയ ശരീരത്തിൽ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കിനും അവൾ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേമായി. അപ്പോൾ കൂടുതൽ ഞങ്ങൾക്ക് പിന്നെ ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാരിലോ വേറെ പലരും നമ്മൾ ആശ്രയിച്ച് പോയേനെ. പക്ഷേ അവിടെയും ദൈവം നമ്മളെ കൈവിട്ടില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു. ആ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലങ്ങൾ അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പേർക്കിടെയാണ് ഞങ്ങൾ ഡോക്ടറെ മൂത്ത മോൻ അവിടെ തന്നെ ആയിരുന്നു ഡെലിവറി. അതേപോലെ രണ്ടാമത്തെ കുഞ്ഞിനെ ഞങ്ങൾ അവിടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഡെലിവറി ഡേറ്റൊക്കെ അടുത്തു. ഡെലിവറിക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്യാഷ് ഞങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ ഒരു 2,500 എങ്ങാണ്ടാണ് ഞങ്ങളതിൽ ബെഡിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട്, ആ ഡേറ്റിന് വേണ്ടിയിട്ട്, ഡെലിവറി ഡേറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അങ്ങനെ ഡെലിവറി ഡേറ്റ് എടുത്തു. അന്ന് വൈകിട്ട് 4 മണിയോ 5 മണിയോ ആണ്. ആ സമയത്തോടു കൂടി ഡോക്ടർ പറഞ്ഞു ഡെലിവറി കഴിഞ്ഞു, പെൺകുഞ്ഞാണെന്ന് പറഞ്ഞു. ഞാൻ വളരെ ഹാപ്പിയായി. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളടുത്തൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു. അന്ന് സുഹൃത്തുക്കളൊന്നും അധികം ഇല്ല. ഞങ്ങളുടെ കൂടെ പാട്ട് പാടാൻ വിളിക്കുകയും ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്ന ആത്മീയമായിട്ടുള്ള ബന്ധത്തിലുള്ള ആൾക്കാർ, പാസ്റ്റർമാരുണ്ട്, അതിൽ അച്ഛന്മാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് സന്തോഷം പങ്കിട്ടു. അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നത്. പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനെ തിരിച്ച് വിളിച്ചു. ഇവരൊക്കെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു. തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കുഞ്ഞ് കിട്ടത്തില്ല, അവൾക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്, അവളെ കിട്ടത്തില്ല. അപ്പോൾ സിസേറിയനായിരുന്നു എൻ്റെ വൈഫിന്. അപ്പോൾ ഞങ്ങൾ പ്രസവം നിർത്തണമെന്നില്ല ചോദിച്ചു. ഇങ്ങനെ മോളെ കിട്ടത്തില്ല, എന്തായാലും കിട്ടത്തില്ല, പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, ബ്രീത്ത് കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് അതിനിടയ്ക്കാണ് ചോദിച്ചത് ഡെലിവറി നിർത്തണോ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടർ, ഡെലിവറി നിർത്തണ്ട. അങ്ങനെ മോളെ ആംബുലൻസിൽ ഓക്സിജനുമായിട്ട് നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ OBN എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലാണ് ഇവളെ അഡ്മിറ്റ് ചെയ്തത്. അവിടുത്തെ ഡോക്ടർ സനുജ ഡോക്ടറാണ്. നമ്മളെ CSI പള്ളിയിലുണ്ടായിരുന്ന ഒരു സനുജ ഡോക്ടറായിരുന്നു ഇവളെ ട്രീറ്റ് ചെയ്തത്. അവിടെ കൊണ്ടുപോയി കിടത്തി. ഒരു 5 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ ഡോക്ടർ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ
കുഞ്ഞിനെ കിട്ടത്തില്ല, വേണമെങ്കിൽ ഇപ്പം കയറി കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കയറി കാണാം എന്ന്, കണ്ടിട്ട് വരൂ എന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മോളെ കയറി കണ്ട സമയത്ത് അവളുടെ വയറൊക്കെ ഭയങ്കരമായിട്ട് പെരുവി, വലിയ വയറ് മാത്രമേ കാണാവൂ, തല ചെറിയ തലയും. ഇനി ഭയങ്കര വിഷമമായി. ഞാൻ തിരിച്ച് ഡോക്ടറെ അടുത്തേക്ക് വന്നു, ഡോക്ടർ റൂമിൽ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കുഞ്ഞിനെ യാതൊരു കാരണവശാലും കിട്ടത്തില്ല, അവൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പേപ്പറൊക്കെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ കുഴപ്പമില്ല, ദൈവം തരുന്നെങ്കിൽ തന്നോട്ടെ, ദൈവനാണ് ജീവനും തരുന്നത്, എടുക്കുന്നതും ദൈവം തന്നെയാണ്, അതുകൊണ്ട് നീ കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാൻ ഡോക്ടർ പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ ആ മോളെങ്കിലും സ്വർഗത്തിൽ പോകുമല്ലോ എന്നുള്ളതായിരുന്നു. എനിക്ക് നിത്യത എന്നുള്ള ഭയങ്കരമായിട്ട് ഇപ്പോഴും ആണ്, ആ സമയത്തും അല്ല, നിത്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കരുതുന്നു. പറഞ്ഞു അവളെങ്കിലും നിത്യതയിൽ പോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി ഓക്കെ, ഇതിലൊക്കെ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ആൾക്കാരെല്ലാം, നമ്മളെ ബന്ധുക്കളൊക്കെ കുറച്ചവരൊക്കെ ഉണ്ട്, അവരെല്ലാം അവിടെ നിന്നെല്ലാം ഞാൻ ഒറ്റപ്പെട്ട് മാറി ചെന്നിരുന്നതാണ്. നമുക്കറിയാം ഇതെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തുകയും അങ്ങനെയാണ്, ആരോടും എന്താണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴത്തേനും അതിൽ നിന്നൊക്കെ മാറി ഞാൻ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് അടുത്തിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ദുഃഖമോ ഒന്നുമില്ല. കാര്യം ജീവനെ ഒരു കുഞ്ഞിനെ തന്നതുപോലും ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിനറിയാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഏതുവരെ പോകണം എന്നുള്ള കാര്യമൊക്കെ ദൈവത്തിനറിയാം. അതെൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വറി ചെയ്തില്ല. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു 2 മാസത്തോളം കുഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നു. ഓൾമോസ്റ്റ് 2 മാസത്തോളം കിടന്നു. OB-ന് തന്നെ ഉണ്ടായിരുന്നത്. ഞാൻ യാദൃച്ഛ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനും ഞാൻ 2 മാസം അടുപ്പിച്ചായ സമയത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഓർക്കുന്നത്, ബെഡിനടിയിൽ ഞാൻ ഇങ്ങനെ 2500 രൂപ ഡെലിവറിക്ക് വേണ്ടി മാറ്റി വെച്ച കാര്യം. സത്യം പറഞ്ഞാൽ അതുപോലും ഞാൻ മറന്നുപോയി. എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ചിലവുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അറിയാണ്ട് ദൈവം എല്ലാം അങ്ങ് നിവർത്തിച്ച് തരികയായിരുന്നു. കാര്യം അതിൻ്റെ ഭാരമോ പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നും ഞാൻ ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല. ദൈവം അങ്ങ് കരുതി കൊണ്ട് പോവുമായിരുന്നു. പിന്നെ ദൈവകൃപയാൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മോള് രക്ഷപ്പെട്ടു. മോളെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി. തിരിച്ചിട്ടിയ സമയത്ത് ഒരു കാര്യം സംഭവിച്ചിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി. കൊല്ലത്തേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയ സമയത്ത് എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് റിസൈൻ ഉണ്ടായിട്ട് വന്നു. അന്ന് മാനേജ്മെൻറ്റായിട്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ കുഞ്ഞുമായിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേനും ജോലി നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. ആ സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഞെരുക്കമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടി കഴിഞ്ഞു പോകുന്ന സമയങ്ങളായിരുന്നു. പിന്നെ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തിയ ഏറ്റവും പല സാക്ഷ്യങ്ങളുണ്ട്. അതിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. വീട്ടിൽ കുഞ്ഞ് വന്നപ്പോഴത്തേക്കും, ഡെലിവറി 60 ദിവസം കഴിഞ്ഞ് കുഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് പാലില്ല. കുഞ്ഞിന് കൊടുക്കാനായിട്ട് പാലില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്ന ഡിക്സോലാക്ക് എന്ന് പറഞ്ഞ ഒരു പൊടിയാണ് ഞങ്ങൾ അതിന് ഓരോ കലക്കി കൊടുക്കുന്നത്. ഈ ഡിക്സോലാക്ക് കൊണ്ടാണ് അന്ന് ആ ഒരു പാക്കറ്റിന് എനിക്ക് തോന്നുന്നു 500 രൂപ, 490 500 രൂപ എങ്ങാണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി ഇപ്പോൾ. അപ്പോൾ വീട്ടിൽ ഭയങ്കര ഭാരം, ഡിക്സോലാക്ക് വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ, മെഡിസിൻസ്, അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ഞെരുക്കത്തിൽ കൂടെയാണ് കിടന്നത്. ഇപ്പോൾ ജോലിയില്ല. പ്രോഗ്രാം ആ സമയമായപ്പോഴത്തേക്കും ഞാൻ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പ്രോഗ്രാമിന് പോകാതെ ഹോസ്പിറ്റലായിട്ട് നിന്നുകൊണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമും കിട്ടാണ്ട് വന്നു. അങ്ങനെ പ്രോഗ്രാമും കുറഞ്ഞു. പിന്നെയാണ് ഞാൻ ദൈവം കാണിക്കുന്ന മഹത്വത്തെ ഞാൻ ഒത്തിരി, ദൈവം ചെയ്ത മഹത്വം ഒത്തിരി വർണ്ണിക്കുന്ന സമയങ്ങളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ഒരു ദിവസം എൻ്റെ കയ്യിൽ പൈസയില്ല. ഒരു പ്രോഗ്രാമത്തിന് എന്നെ വിളിച്ചു, ആനാട് CSI ചർച്ചിൽ. അപ്പോൾ തലേ ദിവസം മോൾക്ക് പൊടിയില്ല, പൊടി തീർന്നു, വാങ്ങിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ക്യാഷില്ല. അപ്പോൾ പ്രോഗ്രാമത്തിന് അന്ന് എനിക്കൊരു ചെറിയൊരു കാറുണ്ട്, ബൈക്കിൽ പെട്രോളില്ല. അപ്പോൾ കാറും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ നോക്കിയപ്പോഴത്തേക്കും കുറേ ചില്ലറ പറക്കി എൻ്റെ പോക്കറ്റിട്ടിരുന്നു. അപ്പോൾ എൻ്റെ ലക്ഷ്യം കാറിൽ ഉണ്ടായിരുന്ന ഡീസൽ യൂസ് ചെയ്തിട്ട് ആനാട് ചർച്ചിൽ പോവുക, തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഒരു ചെറിയൊരു പേയ്മെൻറ്റ് അന്ന് എനിക്ക് തരുമായിരുന്നു. എനിക്ക് തോന്നുന്നു 1000 രൂപ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു, 1000 രൂപ. അതിൽ 500 രൂപ ഇങ്ങോട്ട് വരുമ്പോൾ ഡീസൽ അടിക്കാം, 500 രൂപ ഡിക്സോലാക്ക് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരാമെന്ന് കരുതിയാണ് ഞങ്ങൾ പോകുന്നത്. അതിന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കീബോർഡുമായിട്ട് കാറിൽ ഞാൻ പ്രോഗ്രാം സ്ഥലത്തെത്തി. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. ഞാൻ കീബോർഡ് എടുത്ത്
എനിക്ക് അവിടെ നിന്ന് പേയ്മെൻറ്റ് തന്നു. ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചു, സ്തോത്രം പറഞ്ഞു, തിരിച്ച് കാറിലിറങ്ങി. ഞാൻ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേനും ഡീസൽ അടിക്കാൻ വേണ്ടി എനിക്ക് പഴകുറ്റി അടുപ്പിച്ചെത്തിയപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. അതിനകത്ത് 500 രൂപ മാത്രമേ ഉള്ളൂ. ഡിക്സോലാക്ക് മേടിക്കണോ അതോ വണ്ടിക്ക് ഡീസൽ അടിക്കണോ? എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായി. കാര്യം ഡിക്സോലാക്കില്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് പാലില്ല, കുഞ്ഞിനുള്ള ഫുഡില്ല. ഡീസൽ അടിച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തത്തുമില്ല. ആകെ ഒരു കൺഫ്യൂഷനായി. എന്നാൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിക്സോലാക്ക് മേടിക്കാം, ഡീസൽ എവിടെ തീരുന്നോ അവിടെ കാർ നിർത്തിയിട്ട് ബസ് കയറി ഡിക്സോലാക്ക് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ വരുന്നത്. ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുകയാണ്. അത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിലൊരു അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ പഴകുറ്റി പമ്പിന് എത്തുന്നതിന് മുമ്പ് ആ ജംഗ്ഷൻ കഴിഞ്ഞു, പഴകുറ്റി ജംഗ്ഷൻ കഴിഞ്ഞു, അടുത്തൊരു പമ്പുണ്ട്. ആ പമ്പിന് മുമ്പ് എത്തിയപ്പോഴത്തേക്കും ഒരു കീബോർഡിസ്റ്റ് വിനീത്, ചീനിവിള വിനീത് എന്നറിയപ്പെടുന്ന ഒരു പ്രസിദ്ധനായ ഒരു കീബോർഡിസ്റ്റാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് ചേട്ടാ നിങ്ങൾ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വിനീതേ ഇപ്പം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ചേട്ടാ അത്യാവശ്യം ഇപ്പം തന്നെ നിങ്ങൾ അവിടെ ഒരു പരുത്തിപ്പാറ മാർത്തോമ ചർച്ചുണ്ട്. അപ്പോൾ ചർച്ചിൽ പോയിട്ട് നിങ്ങളൊരു പ്രാക്ടീസ് കൊടുക്കണം. നാളെ പ്രോഗ്രാമത്തിന് പോകണം. എനിക്ക് വരാൻ പറ്റത്തില്ല, ഇപ്പം പോയേ പറ്റുള്ളൂ. അവരവിടെ പ്രാക്ടീസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ പ്രോഗ്രാമത്തിന് പോകണം. പിന്നെ നിങ്ങൾക്ക് 2000 രൂപ നിങ്ങളെ കയ്യിൽ തരും, നിങ്ങളത് ഇന്ന് വാങ്ങിച്ച് കയ്യിൽ വെച്ചോണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷം. കാര്യം ദൈവത്തിൻ്റെ പ്രവൃത്തി. ഞാൻ എൻ്റെ കയ്യിലിരുന്ന് 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചു, നേരെ പരുത്തിപ്പാറ വന്നു. പരുത്തിപ്പാറ വന്നതിന് ശേഷം അവിടുന്ന് പ്രാക്ടീസ് കഴിഞ്ഞു. ഞാൻ പേയ്മെൻറ്റ് മേടിച്ചു, നേരെ പോയി ഡിക്സോലൊക്കെ മേടിച്ചു. ബാക്കി 1500 രൂപയും ഇട്ടുകൊണ്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു. ഇതേപോലെ അതിശയങ്ങൾ ഒത്തിരി കണ്ട വ്യക്തിയാണ് ഞാൻ, ദൈവത്തിൻ്റെ കൃപയാൽ. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പറയും, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന, മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയം വയ്ക്കുന്നത് ഏറ്റവും നല്ലത്. മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയം വയ്ക്കുന്നത് ഏറ്റവും നല്ലത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം പഠിപ്പിച്ചൊരു പാഠമാണ്. കാര്യം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുഞ്ഞിലെയുള്ള സുഹൃത്തുക്കളെല്ലാം അതിലായിരുന്നു എനിക്ക് ആശ്രയം. അതിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പപ്പയും അമ്മയായിട്ടൊക്കെ ഒത്തിരി വഴക്കൂടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ അവരൊക്കെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും മാറിപ്പോയി. പക്ഷേ ഞാനിന്ന് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളെ പറഞ്ഞറിയിക്കാനായിട്ട് വാക്കുകൾ എനിക്ക് പോരാ. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കരുതുന്ന ഒരേ ഒരു വ്യക്തി ദൈവം മാത്രമേ ഉള്ളൂ. അത് ഞാൻ ലൈഫിൽ രുചിച്ചറിഞ്ഞതാണ്. അത് ഞാൻ രുചിച്ചറിയാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങറ്റം രുചിച്ചറിഞ്ഞിട്ടുണ്ട്. കാര്യം ഞാൻ ആരടുത്തും ഇപ്പോഴും പ്രോഗ്രാം ഒന്നും ചോദിക്കാറില്ല. ഞാൻ പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം നന്നായിട്ട് വായിക്കുന്ന ആളാണ്. വചനം വായിക്കും. ബൈബിൾ എന്നും ഞങ്ങൾ വീട്ടിലെന്നും മോർണിംഗ് പ്രെയറുണ്ട്, ഈവനിങ് പ്രെയറുണ്ട്. എല്ലാ ദിവസങ്ങളിലും വചനം ധ്യാനിക്കാറുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കൽ, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റായ, നമ്മുടെലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റായ മെസ്സേജാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അങ്ങനെ അനേകം എൻ്റെ ലൈഫിൽ ഒത്തിരി ഒന്നും രണ്ടൊന്നുമല്ല, അനേകമായിരം അത്ഭുതങ്ങൾ ഇന്നും അത്ഭുതങ്ങൾ കാണാറുണ്ട്. കാര്യം ഞാൻ ആരുടെ മുമ്പേയും കൈ നീട്ടാറില്ല. ആരെടുത്ത് ഇപ്പം മോന് ഇപ്പം +1 പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറയുന്ന കാര്യമുണ്ട്, ആരെയും ആശ്രയിക്കല്, ആരിലും ആശ്രയമായിരിക്കുകയും ചെയ്യരുത്. നമ്മൾ കർത്താവിനെ മാത്രം ഫോക്കസ് ചെയ്യണമെങ്കിൽ, കർത്താവിൽ മാത്രം നമ്മൾ ആശ്രയം വയ്ക്കുകയാണെങ്കിൽ ദൈവം നടത്തുന്ന വഴികളെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വഴികളായിരിക്കും നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്യാനായിട്ട് പോകുന്നത്. മനുഷ്യരിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിഞ്ഞാൽ അത് മാറിപ്പോവും. അല്ലെങ്കിൽ അവർ നാളെ മരിച്ചു പോകും. നിന്നെ സഹായിക്കാം എന്ന് പറയുന്ന അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, എത്ര വലിയ സ്നേഹിതരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അടുത്ത് പറയണം ഞാൻ നിന്നെ നാളെ സഹായിക്കാം എന്ന് പറഞ്ഞ വ്യക്തി നാളെ മരിച്ചു പോകേണ്ടവരാണ്. അങ്ങനെ പറയുമ്പോൾ അവരിൽ നമുക്കെങ്ങനെ മനുഷ്യരിൽ ആശ്രയിക്കാനായിട്ട് പറ്റും? നിങ്ങൾക്ക് രോഗമുണ്ടോ? നിങ്ങൾക്ക് ജീവിതത്തിൽ ലൈഫിൽ പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഡോക്ടറും പറയും നോക്കാവുന്നേ പറയത്തുള്ളൂ. നോക്കാം, ശ്രമിക്കാം. എന്നാൽ ദൈവം പറയും നിനക്ക് അടിപ്പിണരുകളായിട്ടുള്ള സൗഖ്യം തരാൻ ഞാൻ റെഡിയാണെന്ന് ദൈവം അല്ലാണ്ട് വേറെ ആരും പറഞ്ഞിട്ടില്ല.
നിൻ്റെ പാപം എത്ര കടും ചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ഒരു മനുഷ്യനും പറയത്തില്ല. ദൈവമല്ലാണ്ട്, യേശു എന്ന ദൈവമല്ലാണ്ട് വേറെ ആരും നമുക്ക് ആശ്രയിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവം മാത്രമാണ് പറഞ്ഞത്, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പറഞ്ഞ ആ വാക്ക് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് ഗുണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ലോകത്തിലെ യേശു